സ്വാഗതം ഫ്രണ്ട്സ്. എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. 40 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. LGS മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങളും PSCയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. LGS റാങ്ക് ലിസ്റ്റിൽ എത്തണോ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഇവിടെ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും LDC മെയിൻ പരീക്ഷ എഴുതുന്നവർക്കും ബാധകമാണ്. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2021 മൂന്നാം തവണയും കാനഡയുടെ പ്രധാനമന്ത്രിയായതാര്? ഓപ്ഷൻ ഡി ജസ്റ്റിൻ ട്രൂഡോയാണ് 2021 മൂന്നാം തവണയും കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. അപ്പോൾ കാനഡയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള PSC winner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ മലയാളി വനിത ആര്? ഓപ്ഷൻ ബി മിനി ഐപ്പാണ്. LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ മലയാളി വനിതയാണ് മിനി ഐപ്പ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചതാർക്ക്? ഓപ്ഷൻ ബി PF മാത്യൂസിനാണ് മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത് PF മാത്യൂസിന്. അപ്പോൾ PF മാത്യൂസിൻ്റെ അടിയാള പ്രേതം എന്ന നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചതാർക്ക്? ഓപ്ഷൻ ഡി OP സുരേഷിനാണ് മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത് OP സുരേഷിന്. അദ്ദേഹത്തിൻ്റെ OP സുരേഷിൻ്റെ താജ്മഹൽ എന്ന കവിതയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 മികച്ച ഹാസ്യ സാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ച ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ എ ഇന്നസെൻ്റ് ആണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 മികച്ച ഹാസ്യ സാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ച ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന കൃതി എഴുതിയത് ആരാണ്? ഇന്നസെൻ്റ് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ഉണ്ണി ആറിനാണ് മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത് ഉണ്ണി ആറിന്. അപ്പോൾ ഉണ്ണി ആറിൻ്റെ ചെറുകഥ വാങ്കിനാണ് പുരസ്കാരം ലഭിച്ചത്. ഉണ്ണി ആറിൻ്റെ ചെറുകഥ വാങ്ക്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എവിടെ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ എ തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. അപ്പോൾ നമുക്കറിയാം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721. നമുക്കറിയാം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇനി അതുപോലെ ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേരെന്താണ്? വേണാട് ഉടമ്പടിയാണ്. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയുടെ വർഷം ഏതാണ്? 1723. 2 വർഷത്തെ വ്യത്യാസം. അപ്പോൾ വേണാട് ഉടമ്പടിയുടെ വർഷം 1723, ആറ്റിങ്ങൽ കലാപം 1721. എല്ലാം ഇപ്പോഴും ചോദിക്കുന്നതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതായി ഇതായി എന്ന രോഗത്തിന് കാരണമായ മൂലകമേത്? ഓപ്ഷൻ ഡി കാഡ്മിയമാണ്. ഇതായി ഇതായി എന്ന രോഗത്തിന് കാരണമായ മൂലകം കാഡ്മിയം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത ആര്? ഓപ്ഷൻ ഡി അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ.
നമുക്കറിയാം അക്കാമ ചെറിയാൻ്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്, ചോദിച്ചിട്ടുള്ളതാണ്. അക്കാമ ചെറിയാൻ്റെ ജന്മസ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി. അതുപോലെ ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ്. ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. ഇനി അതുപോലെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത്. ഇനി അതുപോലെ കേരളത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? അക്കാമ ചെറിയാനാണ്. കേരളത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നും തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നും അറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിനാണ്. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനായി ഉപയോഗിക്കുന്നു? ഓപ്ഷൻ എ നിക്കലിനെ വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. മോൺസ് പ്രക്രിയ ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിക്കലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കലം നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് വേദി ഏത്? ഓപ്ഷൻ ബി ലോസ് ഏഞ്ചൽസിലാണ് PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ ഒളിമ്പിക്സ് വെങ്കലം നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് വേദിയാണ് ലോസ് ഏഞ്ചലസ്. അപ്പോൾ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് നടന്ന വർഷം ഏതാണ്? 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് നടന്നത്. അപ്പോൾ അങ്ങനെ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? PT ഉഷയാണ്. അപ്പോൾ ഏത് വർഷത്തെയാണ്? 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലാണ് PT ഉഷ ആദ്യമായിട്ട് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയത്. അപ്പോൾ അങ്ങനെ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന റെക്കോർഡ് PT ഉഷയ്ക്കാണ്. അതുപോലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആര്? അതും PT ഉഷ തന്നെയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. അത് പക്ഷേ 1980 മോസ്കോ ഒളിമ്പിക്സിലായിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ തനത് നൃത്തരൂപമാണ്? ഓപ്ഷൻ എ തമിഴ്നാടിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. തമിഴ്നാടിൻ്റെ തനത് നൃത്തരൂപമാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷം? ഓപ്ഷൻ ബി 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത വർഷമാണ് 1858. നമുക്കറിയാം 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള നടന്നത് 1857. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന അനന്തര ഫലമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുക്കുകയും ചെയ്തത്. അപ്പോൾ അത് 1858. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിച്ചിട്ട് ബ്രിട്ടൻ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തത് ഏത് നിയമം മൂലമാണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മൂലമാണ് ബ്രിട്ടൻ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തത്. ഇനി അതുപോലെ എപ്പോഴും ചോദിക്കുന്നതാണ്, ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമമാണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏത്? 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള ബാങ്ക് രൂപീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റി ഏത്? ഓപ്ഷൻ എ ശ്രീറാം കമ്മിറ്റിയാണ്. കേരള ബാങ്ക് രൂപീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ശ്രീറാം കമ്മിറ്റി. 16ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് KSFEയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ തൃശ്ശൂരിലാണ് KSFEയുടെ ആസ്ഥാനം തൃശ്ശൂർ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ ഡി 1.18%
കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ 1.18%. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച സംസ്ഥാനമേത്? ഓപ്ഷൻ ഡി, കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളമാണ് റബ്ബറിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അതുപോലെ റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഹെവിയ ബ്രസീലിയൻസിസ് എന്നതാണ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസീലിയൻസിസ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രധാനമായും ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി, കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് പ്രധാനമായിട്ടും പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ട്. കാൽസ്യം കാർബണേറ്റ് കൊണ്ടല്ല. കാൽസ്യം കാർബണേറ്റ് ഉണ്ട്, പക്ഷേ പ്രധാനമായിട്ടും പല്ല് അല്ലെങ്കിൽ എല്ല് നിർമ്മിച്ചിരിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തീൻബിഖ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ സി, പശ്ചിമ ബംഗാളിലാണ് തീൻബിഖ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി, എം.എൻ. റോയിയാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായിട്ട് ജനകീയ പദ്ധതി തയ്യാറാക്കിയത്. എം.എൻ. റോയ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗോവിന്ദറാവു ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ എ, സത്യശോധക് സമാജാണ്. ഗോവിന്ദറാവു ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സത്യശോധക് സമാജം. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വലിപ്പത്തിൽ ലോകത്തെ എത്രാമത് രാജ്യമാണ് ഇന്ത്യ? ഓപ്ഷൻ ബി, 7ാമത് രാജ്യമാണ്. വലിപ്പത്തിൽ ലോകത്ത് 7ാമത് രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. ഇനി അതുപോലെ ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ആണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം 2ആണ്. ഫസ്റ്റ് ചൈന. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ചത് ആര്? ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു ആണ്. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ചത് ജവഹർലാൽ നെഹ്റു. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയായ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ ഡി, പശ്ചിമ ബംഗാളിലാണ്. കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയായ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണത്? സുന്ദർബാൻ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമാണ് സുന്ദർബൻ ഡെൽറ്റ. സുന്ദർബൻ കണ്ടൽ കാടുകൾ. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്താണ് സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത്. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ആര്? ഓപ്ഷൻ ഡി, വി കെ കൃഷ്ണമേനോനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി വി കെ കൃഷ്ണമേനോൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രകൃതി പ്രതിഭാസം ഏത്? ഓപ്ഷൻ ബി, മൺസൂൺ കാറ്റുകളാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രകൃതി പ്രതിഭാസമാണ് മൺസൂൺ കാറ്റുകൾ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? ഓപ്ഷൻ ഡി, കൂർക്കയാണ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിളയാണ് കൂർക്ക. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കിഴക്കൻ തീരം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഓപ്ഷൻ സി, കൊറമാണ്ടൽ തീരം എന്നതാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരം അറിയപ്പെടുന്നത് കൊറമാണ്ടൽ തീരം എന്നതാണ്. അപ്പോൾ അതായത് തമിഴ്നാട്ടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഒക്കെ ആ തീരമാണ് കൊറമാണ്ടൽ തീരം. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്?
ഓപ്ഷൻ സി, സി ആർ ദാസ് ആണ്. ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സി ആർ ദാസ്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഓപ്ഷൻ ഡി, ബെരുബാറി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ബെരുബാറി കേസിൽ. എന്നാൽ ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി കേസിൽ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന സംഭവം ഏത്? ഓപ്ഷൻ എ, വെല്ലൂർ കലാപമാണ് 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന സംഭവമാണ് വെല്ലൂർ കലാപം. അപ്പോൾ ഈ വെല്ലൂർ കലാപത്തിൻ്റെ വർഷമാണ് 1806. അപ്പോൾ 1806 വെല്ലൂർ കലാപത്തിൻ്റെ വർഷം. അപ്പോൾ തമിഴ്നാട്ടിലെ വെല്ലൂറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെല്ലൂർ കലാപത്തെ 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചതാര്? വി ഡി സവർക്കറാണ് വെല്ലൂർ കലാപത്തെ 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപവൽക്കരണത്തിനായി നിയമിതമായ കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ, ഫസൽ അലി കമ്മീഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപവൽക്കരണത്തിനായി നിയമിതമായ കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. നമുക്കറിയാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫസൽ അലി കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. അപ്പോൾ അതുകൊണ്ടാണ് ആ കമ്മീഷന് ഫസൽ അലി കമ്മീഷൻ എന്ന പേര് വന്നത്. അതുപോലെ നമുക്കറിയാം ഈ ഫസൽ അലി കമ്മീഷനിലെ മറ്റ് 2 അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? എച്ച് എൻ ഖുൻസ്രുവും മലയാളിയായ കെ എം പണിക്കറുമായിരുന്നു മറ്റ് 2 അംഗങ്ങൾ. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? കെ എം പണിക്കറായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗമാണ് കെ എം പണിക്കർ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യൻ്റെ നട്ടിലിലെ കശേരുക്കളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി, 33 കശേരുക്കളാണ്. മനുഷ്യൻ്റെ നട്ടിലിലെ കശേരുക്കളുടെ എണ്ണമാണ് 33. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ സി, സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് വല്ലഭായ് പട്ടേലാണ്. അതുപോലെ അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാൽ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. ശ്രദ്ധിക്കുക, അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് വല്ലഭായ് പട്ടേലാണ്. എന്നാൽ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ ഏപ്രിൽ മഴ, വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ, മാംഗോ ഷവറാണ്. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ ഏപ്രിൽ മഴ, വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ ബി, 42ാം ഭേദഗതിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ദിര അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയായ 42ാം ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 42ാം ഭേദഗതിയുടെ വർഷം നിങ്ങൾക്കറിയാം, 4-2-6 1976 42ാം ഭേദഗതിയുടെ വർഷം. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിമാരുടെ കൂട്ടത്തിൽ ചേരാത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ആര്? ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിമാരുടെ കൂട്ടത്തിൽ ചേരാത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1962 പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഈ 1962 ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇനി രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1971 സംഭവിച്ചത്. അത് പ്രഖ്യാപിച്ചത് VV ഗിരിയാണ്. ഇനി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 1975 ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്തായിരുന്നു? ഓപ്ഷൻ ഡി പുത്ലിഭായ് എന്നായിരുന്നു. ഗാന്ധിജിയുടെ അമ്മയുടെ പേരാണ് പുത്ലിഭായ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇത് LDC ഇടുക്കി 2005 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കറിയാം ഗാന്ധിജി ജനിച്ചത് 1869 ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ ഗാന്ധിജി കൊല്ലപ്പെട്ടത് 1948 ജാനുവരി 30 ഇനി ഗാന്ധിജിയുടെ മുഴുവൻ പേര് നമുക്കറിയാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ അമ്മയുടെ പേരാണ് പുത്ലിഭായ്. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരാണ് കസ്തൂർബ ഗാന്ധി. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.